വടകരയിൽ അധ്യാപികമാർ പിടിയിലായ MDMA കേസിൽ അന്വേഷണവുമായി വിദ്യാഭ്യാസ വകുപ്പും പേരാമ്പ്ര അടക്കമുള്ള BRC-കളിൽ വകുപ്പ് തല അന്വേഷണം നടത്തും. കൂടുതൽ അധ്യാപകരും വിദ്യാർത്ഥികളും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇതിനായി 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. അതേസമയം ബാങ്ക് ട്രാൻസാക്ഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഒരു കേസിൽ വിദ്യാഭ്യാസ വകുപ്പ് അടക്കം അന്വേഷണത്തിന് നേതൃത്വം അല്ലെങ്കിൽ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? പേരാമ്പ്രയിൽ നടന്ന അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരിക്കടത്ത് കേസിൽ വടകര പോലീസ് പിടികൂടിയ 3 അധ്യാപികമാർ. ഈ 3 പേരും ഒരുപക്ഷെ പേരാമ്പ്ര BRC-യിലെ മറ്റ് അധ്യാപികമാരെയും അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച ഇടങ്ങളിലെ വിദ്യാർത്ഥികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒപ്പം തന്നെ മറ്റ് BRC-കളിലെ സമീപ സ്ഥലങ്ങളിലെ BRC-കളിലെ അധ്യാപികമാരെയും വിദ്യാർത്ഥികളെയും സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയം കൂടി പോലീസ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അത് സംബന്ധിച്ച ഒരു വകുപ്പ് തല അന്വേഷണത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു വകുപ്പ് തല ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4-അംഗ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. SSK-യുടെ സ്റ്റേറ്റ് അഡീഷണൽ പ്രൊജക്ട് ഡയറക്ടറാണ് അന്വേഷണ തലവൻ. ഈ ഒരു സമിതി 4-അംഗ സമിതി പേരാമ്പ്ര BRC-യിലും സമീപത്തെ മറ്റ് BRC-കളിലും അന്വേഷണം നടത്തി അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ സമിതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും അധ്യാപികമാരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ സ്വാധീനിക്കപ്പെട്ടു എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവരുടെ വിശദാംശങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ സംഘത്തിന് SITക്ക് കൈമാറാനാണ് തീരുമാനം. മാത്രമല്ല ഇത്തരത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അതേസമയം തന്നെ പോലീസ് ഇതുമായിട്ടുള്ള ഈ വടകര MDMA കേസിൽ നിലവിൽ അന്വേഷണം നടത്തുന്നത് പണം അയച്ചവരെ കൂടിയാണ്. പണം അയച്ചവരെ കുറിച്ചാണ്. അറസ്റ്റിലായ കീർത്തന, കാവ്യ, നീസ്മ എന്നിവരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി 100 കണക്കിന് ആളുകൾ MDMAക്കായി പണം അയച്ചതായി കണ്ടെത്തിയിരുന്നു. അതിൽ തന്നെ 1000 രൂപ മുതൽ 10,000 രൂപ വരെ അയച്ചവരുണ്ട്. ഇവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 10,000 രൂപ വരെ അയച്ചവരെ കണ്ടെത്തി അവരെ വിശദമായി ചോദ്യം ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ലഹരി മാഫിയയുമായുള്ള ബന്ധം എന്താണ് എന്ന് കണ്ടെത്തുക, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇവരുടെ 3 പ്രതികളുടെയും ബാങ്ക് ട്രാൻസാക്ഷനുകൾ പരിശോധിക്കുകയാണ് പോലീസ്. ഒപ്പം തന്നെ ജിജിൽ കുര്യാക്കോസ് എന്ന ഡെലിവറി ബോയ് ആയിട്ടുള്ള ലഹരിക്കടത്തിലെ പ്രധാന കണ്ണിയുടെ ബാങ്ക് അക്കൗണ്ടും പരിശോധിക്കുന്നു. ഒപ്പം ഇവരുടെയെല്ലാം സൂത്രധാരനായ ഷിൻഡോ ഷിബു എന്ന സുൽത്താൻ ബത്തേരി സ്വദേശി, അയാൾ ഒളിവിലാണ് ഇപ്പോൾ ഉള്ളത്. അയാൾ നേരത്തെ എക്സൈസ് സംഘം MDMA കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. ആ കേസിൽ അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇപ്പോൾ ഒളിവിലാണ് കഴിയുന്നത്. അയാളെ കൂടി കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ്. റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.